അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. 24 മണിക്കൂർ, ഓരോ ദിവസം, ഓരോ ആഴ്ച, ഓരോ ജുമാ അള്ളാഹു നമ്മൾക്ക് നല്ല ഈമാനും ആഫിയത്തോടെ ഭൂമിയിൽ നമ്മൾക്ക് ലഭിക്കുന്നു. ഈ 1440 മിനിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു, എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ ഞാൻ ഈ ദിവസം കഴിച്ചു കൂട്ടി, ഉറപ്പാണ് നമ്മൾ വിചാരണക്കെടുത്തില്ലെങ്കിൽ പോലും, നമ്മളതിനെ മറന്നു കഴിഞ്ഞാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നാളെ നമ്മളെ വിചാരണക്കെടുക്കും. അതിന് മുമ്പ് നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ച് നമ്മൾക്ക് വരുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം, ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചാൽ മതി. എൻ്റെ നിലപാട് നന്നാക്കിയാൽ മതി. ഉള്ളുക്കുള്ളിൽ നന്നാകണമെന്ന് ആഗ്രഹം അള്ളാഹുവിനടുത്ത് പ്രകടിപ്പിക്കുക. അതിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തുക. അള്ളാഹു എല്ലാ സഹായം നൽകും, ഉറപ്പ്. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരണ റബ്ബെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും കബൂലാക്കണ റഹ്മാൻ റബ്ബെ. ആമീൻ. സാധാരണ പോലെ തന്നെ ഈ ദിവസം തഹജ്ജുദ്, ളുഹ, 5 ജമാഅത്ത്, റവാത്തിബ്, സുന്നത്ത് നമ്മൾക്ക് ഇന്ന് കിട്ടിയോ? ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള വല്ല പരീക്ഷണം, രോഗം, അല്ലെങ്കിൽ വല്ല യാത്രക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം മാറ്റി നിർത്തിയാൽ അത് തീർച്ചയായിട്ടും അള്ളാഹ് എല്ലാം പുറത്തു തരും. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഗഫലത്തിൽ കൊണ്ട്, എൻ്റെ മടി കൊണ്ട്, എനിക്കതിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പാണ്, കരുതിക്കൊള്ളുക. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി നമ്മൾ രാവിലെ വൈകുന്നേരത്തെ അദ്കാറുകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ, 100ഓളം ഇസ്തിഗ്ഫാർ, പ്രവാചകൻ്റെ ഹദീസുകൾ ദിനചര്യയായിട്ട് ഓരോ നിമിഷം നമുക്ക് പറ്റുന്നുണ്ടോ? ഓർത്തുകൊണ്ടിട്ട് വസ്ത്രമിടുമ്പോൾ, അഴിക്കുമ്പോൾ, വീട്ടിലിറങ്ങുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, ബാത്റൂം കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, തുമ്മിയാൽ, ഭക്ഷണത്തിന് മുമ്പ്, ശേഷം, അങ്ങനെ ഒരുപാട് കുറച്ച് ദുആ കുറച്ചുകൾ അത് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ അത് ശീലമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഖുർആനോടുള്ള ആത്മബന്ധം നമ്മൾക്ക് ഇന്ന് പുലർത്താൻ പറ്റിയിട്ടുണ്ടോ? കുറച്ചും കൂടി ഖത്തം, അല്ലെങ്കിൽ ഹിഫ്ള്, അല്ലെങ്കിൽ തദബ്ബുർ, അല്ലെങ്കിൽ ഖിറാഅത്ത് കേൾക്കുക ഇന്ന് പറ്റിയിട്ടുണ്ടോ സഹോദരന്മാർ? നമ്മളൊന്ന് നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാം. ഇന്ന് വലിയൊരു ഭാഗ്യ ജുമാ ദിവസമാണ് അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന. ആഴ്ചയിലെ ഈദാണ്. ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ ഈദായിട്ട് നമ്മൾക്ക് വ്യാഴാഴ്ച രാത്രിയാകുമ്പോൾ തന്നെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പൊക്കെ എടുത്ത് വെള്ളിയാഴ്ച സന്തോഷത്തോടെ അതിനെ കണ്ടുമുട്ടണം. അത് നല്ലൊരു ബർക്കത്തുള്ള ജുമാ ആക്കണേ റഹ്മാൻ റബ്ബി എന്നുള്ള പ്രാർത്ഥനയും, രാവിലെ തന്നെ തഹജ്ജുദ് എഴുന്നേറ്റ് അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. നേരെ കുളിച്ച് വൃത്തിയായിട്ട് നഖം വെട്ടി രോമങ്ങളൊക്കെ മാറ്റി നേരത്തെ തന്നെ ജുമാക്ക് പോയിട്ടിരിക്കുക. നമ്മൾ സൂറത്തുൽ കഹഫ് ഓതുക. സദക്കകൾ നമുക്ക് കൊടുക്കാൻ എവിടെയെങ്കിലും അവസരം നമ്മൾക്ക് അള്ളാഹു ഉണ്ടാക്കി തരും. നമ്മുടെ ആഗ്രഹം അള്ളാഹു ഉണ്ടാക്കി തരും. പക്ഷെ നമുക്കെന്തോ മടിയാണ്, ഇതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്കത് അവസരം കിട്ടാത്തത്. അങ്ങനെ സദക്ക കൊടുക്കുകയും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയും ഒരുപാട് ഖുർആനിക പ്രാർത്ഥനകൾ മുഴുവൻ പ്രാർത്ഥിക്കുകയും ഒരുപാട് പേർക്കുള്ള ദുആ വസിയത്ത് അതൊക്കെ നമ്മൾ ചൊല്ലണം സഹോദരന്മാർ. ഒരുപാട് പേര് രോഗം കൊണ്ട് പല പല വിധത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് സഹോദരന്മാർ. അത് മാത്രമല്ല, പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് അത് ഒരുപാട് വർദ്ധിപ്പിക്കണം. അള്ളാഹുവേ, അത്രയും നല്ലൊരു പുണ്യമുള്ള പ്രവർത്തനമാണ്, പ്രത്യേകിച്ച് ജുമാ ദിവസം. നമ്മൾ അടുത്ത ജുമാ നല്ല ഈമാനോടെ ആഫിയത്തോടെ കണ്ടുമുട്ടാൻ ഒരു ജുമല്ല, ഒരുപാട് ജുമാകൾ റമദാനിലൊക്കെ കണ്ടുമുട്ടണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കബൂലാക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഹിസാബിൻ്റെ ചോദ്യം ഒരു ബഹുമാനപ്പെട്ട ഉപ്പയുടെ ചോദ്യമാണ്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപ്പക്ക് ദീർഘായുസ്സും ഈമാനും ആഫിയത്തും എല്ലാവിധ ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വലിയ പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്ത് മുഹമ്മദിൽ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അനുസരണവും ഉചിതമായ വാക്കുമാണ് വേണ്ടത്. എന്നാൽ കാര്യം തീർച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ ഉത്തമം. അപ്പം അനുസരണവും ഉചിതമായ വാക്കും മുസ്ലിമിൻ്റെ അടിസ്ഥാന ഗുണങ്ങളാണ്. റബ്ബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അപ്പടി ചെയ്യുക, മറു ചോദ്യം ചോദിക്കാതെ. അറിവ് വർദ്ധിക്കുന്നോറും ഈ ബോധം കുറയുന്നത് പ്രവണത കാണുന്നു. പരസ്പരം കുറ്റപ്പെടുത്തലുകളും തെറ്റിനെ ശരിയാക്കലുകളും നമ്മൾ അതിലും വരുന്നുണ്ടോ? നമ്മൾ മറു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? സഹോദരന്മാർ, ഇത് വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാം ഇന്ന് പൊതുവേ സംഘടനയിലൂടെ പല പല വിധത്തിൽ നമുക്ക് ഒരുപാട് വിജ്ഞാനം കൂടുതൽ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വിജ്ഞാനം കിട്ടുന്നോറും നമ്മൾ എന്താണ് ആവേണ്ടത്? നമ്മൾ കൂടുതൽ വിനയാന്വിതരാവേണ്ടത്. നേരെ മറിച്ച് നമ്മൾ വിജ്ഞാനം കൂടുന്നോറും നമ്മൾക്ക് ഈ ന്യായീകരിക്കാനും മറുചോദ്യം ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്താനും എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അനുസരിക്കുന്നില്ല. വലിയ അപകടം. അഞ്ചര നിസ്കാരമില്ല, തഹജ്ജുദ് തുടങ്ങിയിട്ടില്ല, പരിശീലനം വിട്ടുന്നില്ല. പക്ഷേ ദീൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാദപ്രതിവാദം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം, നമ്മളെ തെറ്റിനെ ന്യായീകരിക്കുക. ഇങ്ങനത്തെ ഒരു ദുസ്വഭാവം നമ്മൾക്ക് വന്നു പോകുന്നുണ്ടോ? കിബിറ് വന്നു പോകുന്നുണ്ടോ സഹോദരന്മാരെ? ആഴത്തിൽ ചിന്തിക്കുക. അതല്ല അള്ളാഹു എന്ത് പറഞ്ഞോ ഖുർആനിലൂടെ, പ്രവാചകൻ എന്തൊക്കെ സുന്നത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നോ? സമിഅനാ വ അതഅന, സമിഅനാ വ അതഅന. ഈ ഒരു അവസ്ഥയിലേക്ക് ഞാനെത്തിയോ നിങ്ങളെത്തിയോ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക സഹോദരന്മാരെ. അടുത്ത ചോദ്യം, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു: നമസ്കാരം, സക്കാത്ത്, സുന്നത്ത്. അതായത് 3 തരം ബാധ്യതകൾ. ഒന്ന് റബ്ബിനോട്, റബ്ബിൻ്റെ പഠിപ്പുകളോട് സക്കാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ഈ 3 ബാധ്യതകളും നമ്മൾക്ക് ഇന്ന് നിറവേറ്റാൻ പറ്റിയിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മൾ സക്കാത്ത് എന്ന് പറയും, നമ്മൾ ഒരു സാമ്പത്തികമായിട്ട് ധനം നൽകുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും അതൊരു വിധത്തിലെ സദക്കയാണ്. നേരെ മറിച്ച് നമ്മളെ ദേഹം കൊണ്ട്, അറിവ് കൊണ്ട്, നമ്മളെ കഴിവ് കൊണ്ട്, നമ്മൾ പ്രാർത്ഥന കൊണ്ട്, നമ്മൾക്ക് ഒരാൾക്ക് ഉപദേശം കൊടുക്കുക, നമ്മൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, നമ്മൾക്ക് ഒരു പുഞ്ചിരിക്കുക, ഇതൊക്കെ സദക്കയ സഹോദരന്മാരെ. ഇതൊക്കെ ആയി നീയത്ത് ഉദ്ദേശിച്ച് വേണം നമ്മളിത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അതൊരു ഓട്ടോമാറ്റിക്കലായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ നീയത്ത് വേണം, ഇത് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ച് കൊണ്ടാണ് ഞാൻ ഇതാ ചിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മൾക്കതിന് പ്രതിഫലം നൽകുള്ളൂ സഹോദരന്മാരെ. ഇനി അടുത്ത ചോദ്യം, നമ്മളിങ്ങനെ ഒരുപാട് ഹിസാബ് ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡെയിലി നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഡെയിലി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ തെറ്റുകൾ തിരുത്തുന്നുണ്ടോ നമ്മൾ? അതല്ല ഞാനിങ്ങനെ വെറുതെ കാട്ടിക്കൂട്ടിയിട്ടൊരു ഒരു ഇത് നടക്കണമല്ലോ, ചടങ്ങ് പോലെ തീർക്കലാണോ? അല്ല, ഓരോ കാര്യങ്ങളും ഞാൻ എന്നെ തന്നെ ആഴത്തിൽ ചിന്തിച്ച് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ സഹോദരന്മാരെ? നല്ലോണം നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. അടുത്ത ചോദ്യം, പരിപൂർണ ജീവിത വിശുദ്ധി ആർക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. കാലത്ത് എടുത്ത ഒളു മൂലം ദിവസത്തിലെ എല്ലാ വക്കത്തും നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ സമൂഹത്തിൽ അപ്പോൾ അശുദ്ധി വരുമെന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് ഒരു ലക്ഷത്തിൽ പരം നബിമാരുടെ നിയോഗം. ഓരോ കാലഘട്ടത്തിൽ അത് പെട്ടെന്ന് അത് മലിനമാകും. അതുകൊണ്ടാണ് 1,00,000 പേർ നബിമാർ വരുന്നത്. ശരി, ഇതേപോലെ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും ഇത്തരം അശുദ്ധിക്ക് സാധ്യമുള്ളത് തന്നെ. അവയിൽ അശുദ്ധി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാറുണ്ടോ? സ്വയം തിരുത്തുകൾ വരുത്താറുണ്ടോ? നമ്മളൊന്നും നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക സഹോദരൻ. നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. നമ്മളെ ഓരോ നിമിഷം നമ്മളിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ട്, തെറ്റ് കണ്ടുകൊണ്ട്, തെറ്റ് സംസാരിച്ചുകൊണ്ട്, തെറ്റ് ചിന്തിച്ചുകൊണ്ട്, ഈമാൻ കുറഞ്ഞു പോണ്ട്. എന്ത് ചെയ്യണം സഹോദരന്മാരെ? അതിന് ഉടനെ നമ്മൾ റെഡിയാക്കണം, ഉടനെ അതിനെ കറക്റ്റ് ചെയ്യണം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്താ? 5 ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. ഒരു പുഴയിൽ നിന്ന് 5 തവണ ഡെയിലി കുളിച്ചാൽ എത്ര വൃത്തിയാവും? ഇതേപോലെ നമ്മൾ 5 ജമാഅത്ത് മുറുക്കെ പിടിക്കണം. അപ്പോൾ ഓരോ ജമാഅത്തിനിടയിൽ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങൾ പഠിച്ചോനെ കണ്ടുപോയി, അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തുതരും, അള്ളാഹ് പുറത്തുതരും, എല്ലാം പുറത്തുതരും. പക്ഷേ നമ്മൾ 5 ജമാഅത്ത് മുറുക്കെ പിടിക്കണം സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈമാൻ സസൂക്ഷ്മം പരിശോധിച്ച് മുന്നോട്ടേക്ക് ജീവിച്ചു പോകണം. അടുത്ത ചോദ്യം, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാൽ തന്നെ വേദനാജനകമായ കഠിന ശിക്ഷ. എങ്കിൽ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിയിട്ടും എതിരെ പ്രവർത്തിച്ച് നടക്കുന്ന നമുക്കുള്ള ശിക്ഷ എത്ര കഠിനമായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെ റബ്ബ് കാത്ത് സംരക്ഷിക്കട്ടെ, ആമീൻ. ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം അത് പ്രാവർത്തികമാക്കാൻ അമാന്തം വരുത്തുന്നുണ്ടോ സഹോദരന്മാരെ? നമ്മൾക്കൊരു ഖുർആനിക ആയത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിനുള്ള പരിശ്രമം തുടങ്ങണം. പടച്ച റഹ്മാൻ റബ്ബ്, എത്ര കാലങ്ങളായി നമ്മൾ കേൾക്കുന്നത് തഹജ്ജുദ് ജമാഅത്ത്. പിന്നെയും നമ്മൾ നമ്മുടെ ഗഫലത്ത് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ നമുക്ക് അനുഗ്രഹിക്കും സഹോദരന്മാരെ. നമ്മൾ ചിന്തിച്ച് നോക്ക്, ഒരാൾ ആത്മാർത്ഥത്തോടെ 5 ജമാഅത്തും തഹജ്ജുദും എല്ലാം സത്യസന്ധമായി ചെയ്യുന്നു. മറ്റു വ്യക്തിയുടെ അയ്യോ ഗഫലത്ത്. ഈ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കുമോ അള്ളാഹുവിൻ്റെ നടപടിക്രമം? നമ്മൾ ആദ്യത്തെ ചിന്തിക്കേണ്ട വലിയ വിഷയം അത്. അപ്പം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമം അടുത്ത നിമിഷം തുടങ്ങും. എൻ്റെ ശബ്ദം കേട്ട് നാളെ ഇൻഷാ അള്ളാഹ് തഹജ്ജുദ് തുടങ്ങണം, ഇൻഷാ അള്ളാഹ് തുടങ്ങിയിരിക്കും.
ഫജ്ർ ജമാഅത്തിന് പോകണം. പലിശ വിട്ടു നിൽക്കണം, വിട്ടു നിൽക്കണം. ഇപ്പം അടിമത്തുണ്ടാകും, കുറേ വൈകാരികമായി ചിലർക്ക് സിഗരറ്റ്, മദ്യം പലതിലും അടിമത്തുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറാൻ കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല, അള്ളാഹ് സഹായിക്കും. ഇപ്പോൾ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടല്ലേ മദ്യപാനം നിർത്തിയത്. അള്ളാഹു മദീനയിലേ നിർത്തിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും അള്ളാഹ് സഹായിക്കും. ഇതല്ലല്ലോ, പലിശ ഒഴിവാക്കണം, ഒഴിവാക്കിയേക്ക്, നാളെ തൊട്ട് ബാങ്കിൽ എത്രയാണ് പലിശ അതങ്ങ് എടുത്ത് കൊടുത്ത് വിട്ടേക്ക്. അപ്പം നമ്മൾക്ക് ഈ ഖുർആനോട് ആയത്ത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ സമഅനാ വ അത്അനാ നല്ലോണം ചിന്തിക്കണം സഹോദരന്മാരെ. അടുത്ത ചോദ്യം, അള്ളാഹു നമ്മൾക്ക് എനിക്ക് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹമുണ്ട് ഭൂമിയിൽ, ഈമാനും ആഫിയത്തും സഹോദരന്മാരെ. ഈമാനും ആഫിയത്തും. ഈ ആഫിയത്ത് നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടോ സഹോദരന്മാരെ? നാളെ നമ്മൾ അത് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പോൾ നമ്മൾ ഈ നാളേക്ക് കാര്യങ്ങൾ നീട്ടി വെക്കാറുണ്ടോ? ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനം ഞാൻ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ചെയ്യാറുണ്ടോ സഹോദരന്മാരെ? നമ്മൾ നമ്മളെ തന്നെ വിഡ്ഢിയാക്കുക. നാളെ ആവട്ടെ, അല്ലെ അടുത്ത ദിവസമാവട്ടെ, റമദാൻ ആവട്ടെ, ഖുർആൻ ഒന്ന് പഠിച്ചു തുടങ്ങണം, റിട്ടയർ ചെയ്ത് കഴിയട്ടെ, ഹജ്ജ് ചെയ്യണം. അള്ളാഹു ഇത് വല്ലാത്ത അപകട സഹോദരന്മാർ. പിശാച് ഇട്ടിരുന്നതാണ് ഈ നാളെ നാളെ നാളെ, നിനക്ക് ആരോഗ്യം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആരോഗ്യം അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ക്യാൻസർ വന്നതിനാൽ പിന്നെ വളരെ വിഷമിച്ച് മുഖം മ്ലാനതയോടെ പറയും, എനിക്കൊരു ഉംറ ചെയ്യണമായിരുന്നു, ഒരു ഹജ്ജ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈമാനും ആഫിയത്തും ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന വലിയ സ്വർഗമാണ് സഹോദരന്മാരെ. ആ ഈമാനും ആഫിയത്തോടെ കഴിയുന്ന വിധത്തിൽ, അള്ളാഹിനെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഫർദുകൾ നേരത്തെ തന്നെ കൃത്യമായി ചെയ്യുക. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും പുറത്ത് മാപ്പാക്കി തരണ റഹ്മാനായ റബ്ബേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുസ്നുൽ ഖാത്തിം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക അല്ലാഹുമ്മ ഹാസിബ്നി വഹിസാബൻ യസീറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുവേ നമ്മൾ നിന്ന് ഹിസാബ് സ്വീകരിച്ച് തൃപ്തിപ്പെട്ട്, അള്ളാഹു ഒരു വിചാരണയില്ലാതെ, ഒരു പരീക്ഷണമില്ലാതെ, അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനേ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.